ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഷാൾ മുറുക്കിയാണെന്ന് പ്രതി സെബാസ്റ്റ്യൻ. സ്ഥലം വിൽപ്പനയിലെ 1.5 ലക്ഷം രൂപ തരാൻ വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇയാളുടെ മൊഴി. കത്തിച്ച അസ്ഥികഷ്ണങ്ങൾ വേമ്പനാട്ട് കായലിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സെബാസ്റ്റ്യന്റെ കൂട്ടാളിയായിരുന്ന ആത്മഹത്യ ചെയ്ത മനോജിനും കൊലപാതകപരം അറിയാമായിരുന്നുവെന്നും സെബാസ്റ്റ്യൻ മൊഴി നൽകി. എന്നാൽ മനോജിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയെന്ന് ക്രൈംബ്രാഞ്ച് പറയണം. അശ്വിൻ പാലാഴി വിവരങ്ങളും വെച്ചിരുന്നു. അശ്വിൻ, തുടക്കം മുതൽ തന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെ അശ്വിനുണ്ട്, പോലീസുണ്ട്. പോലീസിന് പക്ഷേ ഇക്കാലം അത്രയും ഇതൊരു പുതിയ തേങ്ങയായെന്ന് ഉറപ്പായും പറയാം. കാര്യം സെബാസ്റ്റ്യൻ വാതുറക്കുന്നുണ്ടായിരുന്നില്ല. സെബാസ്റ്റ്യൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണോ? പോലീസിന്റെ വഴി എളുപ്പമാവുകയാണോ? അശ്വിൻ, ഹാഷ്മി, സ്മിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇക്കാലം അത്രയും ഈ കേസ് എന്താണ്, ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ത്, ഇതെങ്ങനെ സംഭവിച്ചു, പിന്നീട് എന്ത് നടന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ അതിനൊരു ആകത്തുക വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നതനുസരിച്ച് ആ കഥ ഇപ്രകാരമാണ്, അല്ലെങ്കിൽ ആ സംഭവം നടന്നത് ഇപ്രകാരമാണ്. 2006 മെയ് 7-നാണ് ചേർത്തല സ്വദേശിയായ സതീശൻ ബിന്ദുവിൻ്റെ പേരിലുള്ള സ്ഥലം വാങ്ങാനായി ബിന്ദുവിനെ സമീപിക്കുന്നത്. പക്ഷേ അതിന് ഇടനിലക്കാരനായി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ സ്ഥലക്കച്ചവടം അങ്ങനെ പുരോഗമിക്കുകയാണ്. അതിനിടെ സതീശൻ കുറച്ച് പണം ബിന്ദുവിന് നൽകി. അതിൽ 1.5 ലക്ഷം രൂപ വേണമെന്ന് സെബാസ്റ്റ്യൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അത് തരാനാവില്ല എന്ന് ബിന്ദു നിലപാടെടുക്കുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ തർക്കമാകുന്നു. മെയ് 7-ാം തീയതി 2006 മെയ് 7-ാം തീയതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് ഈ സ്ഥലത്തിന്റെ കരാർ രേഖകൾ ഒപ്പിട്ടിട്ടും ഈ പണം നൽകാൻ വിസമ്മതിച്ചതോടെ അവിടെ വെച്ച് തന്നെ ഈ ബിന്ദു പത്മനാഭനെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ മൊഴിയായി നൽകിയിരിക്കുന്നത്. അതിനുശേഷം വീട്ടുപറമ്പിൽ തന്നെ, പള്ളിപ്പുറത്തെ വീട്ടിൽ തന്നെ ഈ മൃതദേഹം കുഴിച്ചിട്ടു. അത് അഴുകിയെന്ന് ഉറപ്പിച്ച ശേഷം മാസങ്ങൾക്ക് ശേഷം ആ കുഴി വീണ്ടും തുറന്ന് അസ്ഥികഷ്ണങ്ങൾ പുറത്തെടുത്ത് കത്തിക്കുകയാണ്. ആ കത്തിച്ച അസ്ഥികഷ്ണങ്ങൾ വീട്ടുപറമ്പിലെ ചില സ്ഥലങ്ങളിലും മനുഷ്യ ശരീരമെന്ന് ഉറപ്പിക്കാനാവുന്ന തരത്തിലുള്ള പൂർണ്ണമായും കത്താത്ത അസ്ഥികഷ്ണങ്ങൾ വേമ്പനാട്ട് കായലിലുമായി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും ആ ശരീരത്തിൻ്റെ ഒരു അവശിഷ്ടങ്ങളും ഇനി കിട്ടാനാവാത്ത വിധം തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ സ്ഥലക്കച്ചവടം ബിന്ദുവിനെ കാണാതായതോടെ മുടങ്ങുന്നു. സതീശൻ എന്ന് പറയുന്ന ആളത് നിയമ നടപടികൾ വഴി സ്ഥലം സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ അന്ന് അവസാനമായി കണ്ടത് സതീശൻ മാത്രമാണ്. അതുകൊണ്ട് സതീശനെ ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. സതീശനെ കൂടാതെ ഒരാളെ കൂടി ഇതിൽ സാക്ഷിയായിട്ട് കണ്ടിരുന്നു. അത് മനോജാണ്, സെബാസ്റ്റ്യന്റെ കൂട്ടാളിയാണ്. പക്ഷേ ഈ ബിന്ദുവിനെ കാണാതായത് ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മനോജ് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അതിലും ഒരു ദുരൂഹത നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം സംശയിക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്രൻ ചിറയിൽ പറയാണ് സെബാസ്റ്റ്യൻ കേരള പോലീസിനെ പലതും പഠിപ്പിച്ചു. അത് ശരിയാണത്. പക്ഷേ ഇക്കാലം അത്രയും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആകെ സെബാസ്റ്റ്യൻ വാ തുറന്നിരുന്നത് രാവിലെ ചായ വേണമെന്ന് പറയാനും ഉച്ചയ്ക്ക് ഭക്ഷണം വേണമെന്ന് പറയാനും ഷുഗറിന് മരുന്ന് വേണമെന്ന് പറയാനും മാത്രമായിരുന്നു. അല്ലാതെ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പോലീസുകാർ കൈവക്കില്ലെന്നറിയാം. കാരണം കൈവച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും. അത്രത്തോളം ഷുഗർ കൂടി വല്ലാത്ത അവസ്ഥയിലുള്ളൊരു മനുഷ്യനാണ് സെബാസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെയാണ് അശ്വിൻ ഇയാളത് പറഞ്ഞു തുടങ്ങാൻ തീരുമാനിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് പോലീസിന് വിശ്വസിക്കാവോ? അപ്പോൾ ഈ മനോജിന്റെ ആത്മഹത്യയിലും ദുരൂഹതയുണ്ടെന്നുള്ളതാണ്. ഹാഷ്മി, ഇതിനകത്ത് ഇപ്പോൾ മാസങ്ങളായി സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലാണ്. അയാളുടെ അവസാന കാലം എന്ന് പറയുന്നത് ഈ കസ്റ്റഡിയിൽ തീർന്നു പോകും എന്നൊരു ബോധം ഒരുപക്ഷെ അയാൾക്ക് ഉണ്ടായതിനു ശേഷമായിരിക്കും ഇതൊക്കെ തുറന്നു പറഞ്ഞത് എന്ന് വേണം കരുതാൻ. അതല്ലാതെ എന്താണ് പെട്ടെന്ന് ഇതെല്ലാം തുറന്നു പറയാനുള്ള കാരണം എന്നുള്ളത് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നില്ല. എന്തായാലും ഈ സംഭവത്തിൻ്റെ ഒരു ആകത്തുക കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആയിഷ കൊലപാതക കേസിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ സെബാസ്റ്റ്യൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ജൈനുമ കൊലപാതക കേസിൻ്റെ ചോദ്യം ചെയ്യലിനിടെയാണ് ഈ കാര്യം കൂടി തുറന്നു പറഞ്ഞത്, ബിന്ദുവിൻ്റെ കാര്യം കൂടി തുറന്നു പറഞ്ഞത്. ഒരു ഉൾവിളി, അല്ലെങ്കിൽ ഇനി മുന്നോട്ടൊരു നല്ല ജീവിതം ഉണ്ടാവില്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. എന്തായാലും കസ്റ്റഡി കാലാവധി നാളെയാണ് അവസാനിക്കുന്നത്. പക്ഷേ അതിന് മുൻപേ തന്നെ സെബാസ്റ്റ്യനെ മടക്കി കൊടുക്കുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. നാളെ മുതൽ കോടതി അവധിയായത് പ്രമാണിച്ചാണ് ഇന്ന് തന്നെ സെബാസ്റ്റ്യനെ മടക്കി കൊടുക്കാനുള്ള തീരുമാനം. എന്തായാലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വസ്തുതാ അന്വേഷണം കൂടി ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. അതിനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ആ വസ്തുതാ അന്വേഷണം വരും ദിവസങ്ങളിൽ നടക്കുമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. അശ്വിൻ പാലാഴിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സെബാസ്റ്റ്യൻ പോലീസിന് പ്രഹേളികയായി നിൽക്കായിരുന്നു ഈ സമയം അത്രയും. എന്ന് പറഞ്ഞാൽ എന്താണ് ഇയാളുടെ മോട്ടീവ്, ഇയാൾ കൊന്നിട്ട് എന്ത് ചെയ്തു എന്നതിനെപ്പറ്റി ചില തെളിവുകൾ കിട്ടുന്നതല്ല ഒന്നും പറഞ്ഞിരുന്നില്ല. എന്തായാലും സെബാസ്റ്റ്യൻ തുറന്നു പറയുകയാണ്. പക്ഷേ അയാൾ പറഞ്ഞാൽ മാത്രം പോരാ, അതിനുള്ള തെളിവുകൾ കൂടി പോലീസിന് കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഒരു കേസിന്റെ പുതിയൊരു കേസ് സ്റ്റഡി തന്നെയായി മാറുന്നു സെബാസ്റ്റ്യന്റെ കാര്യത്തിൽ. അതുപോലെ കഴിഞ്ഞ ദിവസം ഈ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ചില പ്രതികളുണ്ട്. അത് കൊല്ലം കടക്കലിലാണ്. തെളിവെടുപ്പിനിടെയാണ് അവർ കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. അവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.